രണ്ട് സൈഡും കാട്, നടുക്കൂടെ സുന്ദരമായിട്ടുള്ളൊരു റോഡ്. അതിലേക്കൂടെ ഒന്ന് പോകുന്ന ഫീലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല തണുത്ത കാലാവസ്ഥയും വണ്ടിയിലുള്ള യാത്ര ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ കുറച്ച് തേക്കൻകാടുകളൊക്കെ കടന്ന് നമ്മൾ ചെന്നെത്തുന്നത് മറ്റൊരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം. അതുപോലത്തെ ശാന്തതയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് കിളികളുടെ സൗണ്ടും ഈ വെള്ളം ഒഴുകുന്ന സൗണ്ടും ഒക്കെ മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇവിടെ നിൽക്കുന്നത് ഒരു പ്രത്യേക വൈബാണ്. അവിടെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊട്ടവഞ്ചിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒന്ന് പേടിച്ച് പിന്നൊക്കെ അതങ്ങ് സെറ്റായി. അങ്ങനെ ഞാനും കയറി, നമ്മുടെ ഡ്രൈവർ ചേട്ടനും കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ കരയെ പിന്നിലാക്കി ഇങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ആ കയറിയ സമയത്ത് നമ്മുടെ കുക്കു ഒന്ന് ചെറുതായിട്ട് കരഞ്ഞു, പക്ഷേ വഞ്ചി നീങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് ആൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെയൊക്കെ പിന്നിലാക്കിയിട്ട് യാത്ര തുടങ്ങുകയാണ്. ആ ഒരു ചെറിയ ചാറ്റൽ മഴ ഇപ്പോൾ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയും വെള്ളവും തണുപ്പും ആ വെള്ളം ഇങ്ങനെ ആറ്റിലോട്ട് വീഴുന്ന കാണാനൊക്കെ പ്രത്യേക ഭംഗിയായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു നല്ല രസമായിരുന്നു ആ ഒരു അന്തരീക്ഷം. രണ്ട് സൈഡിലും കാടാണ്. അപ്പോൾ ഈ കാടിന് നടുക്കൂടെ ഈ പുഴ ഒഴുകുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കാട്ടിൽ നിന്നുള്ള മരങ്ങളൊക്കെ ഈ പുഴയിലായിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഈ പുഴ ഒഴുകുന്നത് നമ്മൾ പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് ഈ ചേട്ടൻ നല്ല എഫേർട്ട് ഇട്ടാണ് തുഴയുന്നത്. അങ്ങനെ തുഴഞ്ഞ് നമ്മൾ കുറേ മുന്നോട്ട് പോകുമ്പോൾ ഈ കുറേ മരങ്ങളൊക്കെ ചാഞ്ഞ് കിടക്കുന്നതിൻ്റെ അടിയിൽ കൂടെയും അതുപോലെ തന്നെ ഈ കാടിനോട് ചേർന്നുമൊക്കെ ഇങ്ങനെ നമ്മൾ തുഴഞ്ഞ് കുറേ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവിടെ വെച്ചൊരു കറക്ക് കേൾക്കുക. ആ കറക്കത്തിൽ നമ്മൾ മൊത്തത്തിലിരുന്ന് കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു വെള്ളവും കാടും ആകാശവും ഒക്കെ നമുക്കിങ്ങനെ ചുറ്റും ഇരുന്ന് കറങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ശരിക്കും നമ്മളൊന്നും പേടിക്കുക, എല്ലാവരും ഒന്ന് ഇരുന്ന് കറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു കറക്കം മാറ്റാനായിട്ട് പുള്ളി ആ ഒരു വഞ്ചി ഒന്നുകൂടെ 2 തവണ ഒന്ന് തിരിച്ച് കറക്കും. അപ്പോൾ നമുക്ക് ആ ഒരു തലകറക്കമൊക്കെ ഉണ്ടായതൊക്കെ നമുക്കൊന്ന് മാറും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് പോരുകയാണ്. അപ്പം പോരുന്ന സമയത്ത് വലുതായിട്ട് തുഴയേണ്ട ആവശ്യമില്ല. നമ്മൾ ദിശ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ താഴോട്ട് പോരുന്നുണ്ട്. മഴച്ചാറ്റിൽ എപ്പോഴും തോന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ വഞ്ചിയിലിരുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ പെതുക്കെ വീണ്ടും നമ്മൾ കരയിലോട്ട് മടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ കരയിലേക്ക് മടങ്ങി ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അപ്പോഴാണ് നമുക്ക് വെള്ളത്തിൽ എല്ലാവർക്കും ഒന്ന് ഇറങ്ങണമെന്നൊരാഗ്രഹം തോന്നിയത്. ഇപ്പോൾ ഇവിടെ കൊട്ടവഞ്ചിയിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെല്ലാം വെള്ളത്തിലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കുട്ടികളുമായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യും. നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല തണുപ്പാണ് വെള്ളത്തിന്. അപ്പോൾ കുക്കുവൊക്കെ വെള്ളത്തിൽ കുറേ നേരം കളിച്ചു. അവൾ നമുക്കാണെങ്കിലും കയറി പോരാൻ തോന്നത്തില്ല. നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിലൊക്കെ നിന്നിട്ട് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നും. ഈ ഒരു സ്ഥലം വന്നിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നി അടവിയിലാണ്. ഇവിടെ ഒരു കൊട്ടവഞ്ചി റൈഡിന് 500 രൂപയാണ് അവർ ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുന്നിടത്തായിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടറും ടീ സ്റ്റാളും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ടീ സ്റ്റാളിൽ നമുക്ക് എല്ലാ ഫുഡും കിട്ടും. നമ്മുടെ നാടൻ വിഭവങ്ങൾ നല്ല രുചിയിൽ നമുക്ക് കിട്ടും. അവിടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിനോട് ചേർന്നിട്ടൊരു നല്ല ഗാർഡൻ ഉണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്.